Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. സാധാരണ ദം ബിരിയാണിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വിനീഗറും ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ മേലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഏകദേശം ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരമാണ് വെക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 18 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നാടൻ വെളുത്തുള്ളി ആയതുകൊണ്ട് ചെറിയ സൈസാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 18 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി വലിയ സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. അത് ഞാൻ 2 കഷ്ണമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 4 പച്ചമുളക്. ഇനി നമുക്ക് ഇത് 3ഉം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഷർ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്കിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണി നെയ്യിൽ മാത്രം ഉണ്ടാക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഈ ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ എണ്ണ വരെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ ഒരു എണ്ണ നമ്മൾ ഈ ബിരിയാണിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ബിരിയാണിക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാളയാണ്. ഇത് സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തക്കാളി നല്ലോണം സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ കുക്കർ മൂടി വെച്ചിട്ട് ഈ ചിക്കനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ വെറുതെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി, ടൈറ്റായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരം വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ഈ ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ ഗാർണിഷ് ചെയ്യാനായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഏകദേശം ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാളയായിരുന്നു വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സവാളയുടെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് 1.5 കപ്പ് അരി കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ആ ഒരു അരി വേവാനുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ട് 1.5 കപ്പ് അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരി അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു 2.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ സാധാരണ ചിക്കൻ കറിയിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് റൈസിൽ നന്നായിട്ട് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകശാല അരിയാണ്. ഈ അരി നന്നായി കഴുകി വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ അരി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കുക്കർ മൂടി വെച്ചിട്ടത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സ്റ്റീം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസും ചിക്കനും ഒക്കെ നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിലിരിക്കുന്നിടത്തോളം ഈ റൈസിന് വേവ് കൂടുതലാവും. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മേലെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബിരിയാണി ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ഓണിയൻ റൈത്തയുടെയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പിക്കിളിൻ്റെയും കൂടെയാണ്. ഇത് രണ്ടും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിന് രണ്ടിൻ്റെയും വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്